അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, സുഖം തന്നെയാണ്. ഓക്കെ, നമ്മൾ എത്രാമത്തെ നോമ്പിലാണുള്ളത്? 24ാമത്തെ നോമ്പിലാണ് അല്ലേ? 24ാമത്തെ നോമ്പ് നോറ്റിട്ടുള്ള കുട്ടികളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. നിങ്ങളെ പേരൊക്കെ എഴുതുക, സ്ഥലമൊക്കെ എഴുതുക ഇൻഷാ അല്ലാഹ്. ഓക്കെ, ദ കീ ടു ജന്നയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസിയുടെ ഒരു സ്വഭാവമായിട്ട് പറഞ്ഞു തരികയാണ്. നമ്മളൊക്കെ സത്യവിശ്വാസികളാണെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു സ്വഭാവം പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ്. എന്താണ് പ്രവാചകൻ പറയുന്നത്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നമ്മൾ സത്യവിശ്വാസികളാണെങ്കിൽ നമ്മൾക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സഹോദരനിലും ഇഷ്ടപ്പെടുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അഥവാ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നന്മകളുണ്ടാകണം, ഒരുപാട് സന്തോഷങ്ങളുണ്ടാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. എങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്കും ഒരുപാട് നന്മകളുണ്ടാകട്ടെ, ഒരുപാട് സന്തോഷങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകട്ടെ, അങ്ങനെയുള്ള ഒരവസ്ഥ അവരുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ചില കുട്ടികൾ എന്താണ്, അവർ എനിക്ക് നല്ലത് ഒരുപാട് ലഭിക്കണം, നന്മകളുണ്ടാകണം എന്ന് ആഗ്രഹിക്കും. എന്നാൽ ചില കുട്ടികൾ അവരുടെ കൂട്ടുകാരികൾ അവർക്ക് നല്ലത് ലഭിക്കുമ്പോൾ, നല്ലത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒക്കെ എന്താണ് അത് പറഞ്ഞിട്ട് ഒരു അസൂയപ്പെടുന്ന ഒരവസ്ഥയൊക്കെ പലരിലും ഉണ്ട്. അതിഷ്ടപ്പെടാത്ത ഒരുപാട് കുട്ടികൾ, അവരൊന്നും വിശ്വാസികളല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. നേരെ മറിച്ച് എന്താവണം? നമുക്ക് ലഭിക്കുന്ന നന്മകളൊക്കെ അവർക്കും ലഭിക്കണം, അവർക്കും നന്മകൾ ലഭിക്കട്ടെ. മറ്റുള്ളവർക്കും നന്മകൾ ലഭിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഒരു മുഅ്മിൻ്റെ ക്വാളിറ്റി എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? ആ ഒരു ചിന്തയിലേക്ക്, ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ ശരിപ്പെടുത്തി കൊണ്ടുവരണം. റെഡിയല്ലേ? ആ ഒരു രീതിയിലല്ലേ നിങ്ങളെ മനസ്സുള്ളത്, നിങ്ങളെ ചിന്ത ഉള്ളത്? അല്ലെങ്കിൽ അങ്ങനെ ആക്കി മാറ്റണം, എങ്കിലേ ഒരു വിശ്വാസിയാവുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഹൈഫിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? നോമ്പൊക്കെ എല്ലാവരും, ഇതുവരെയുള്ള നോമ്പൊക്കെ എല്ലാവരും എടുത്തോ? ഏതൊക്കെ വിട്ട്? എല്ലാവരും ഒന്ന് പേരൊക്കെ ഇട്ട് സലാമൊക്കെ പറഞ്ഞ് ഒന്ന് വരി. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത് 17-18 ആയത്തുകളാണ്. 17-18 ആയത്തുകൾ, 18 വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു വലിയൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ഖുർആനൊക്കെ ഇത്ര ചെറുപ്പത്തിലേ കുറേ പഠിക്കുക, കുറേ ഹിഫ്ളാക്കുക, കുറേ ഓതുക, ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുക എന്നുള്ളത് വലിയ ഇതല്ലേ. അപ്പം നമ്മൾ ഇനി ഇതൊക്കെ പഠിക്കാനുള്ള താല്പര്യം നമ്മൾ കാണിക്കണം ആദ്യം. അപ്പം നമുക്ക് എന്താക്കണം, അടുത്ത രീതിയിലേക്ക് നമ്മൾ കിടക്കാണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത് 19-20 ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് കിടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. أعوذ بالله من الشيطان الرجيم. أولم يروا إلى الطير فوقهم صافات ويقبضن. أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن ما يمسكهن إلا الرحمن إنه بكل شيء بصير. أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن
إنه بكل شيء بصير أمن هذا الذي هو جند لكم أمن هذا الذي هو جند لكم ينصركم من دون الرحمن ينصركم من دون الرحمن إن الكافرون إلا في غرور إن الكافرون إلا في غرور ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും ഇതൊന്ന് ഒരുമിച്ച് ഓതാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم أولم يروا إلى الطير فوقهم 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 صافات ويقبضن صافات ويقبضن صافات ويقبضن صافات ويقبضن صافات ويقبضن صافات ويقبضن ما يمسكهن إلا الرحمن ما يمسكهن إلا الرحمن ما يمسكهن إلا الرحمن ما يمسكهن إلا الرحمن إنه بكل شيء بصير إنه بكل شيء بصير أولم يروا إلى الطير فوقهم صافات ويقبضن أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن ما يمسكهن إلا الرحمن إنه بكل شيء بصير إنه بكل شيء بصير أمن هذا الذي هو جند لكم 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 ينصركم من دون الرحمن ينصركم من دون الرحمن ينصركم من دون الرحمن ينصركم من دون الرحمن إن الكافرون إلا في غرور 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 മാഷാല്ലാ. അപ്പോൾ എല്ലാവരും ഓതിയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഇത് കേട്ട് വീണ്ടും റിപ്പീറ്റായിട്ട് ഇങ്ങനെ കേട്ട് പഠിക്കുക. ഇൻഷാല്ലാ നമുക്ക് ഇനി ഇതിൻ്റെ അർത്ഥത്തിലേക്ക് പോവാം. أعوذ بالله من الشيطان الرجيم أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير അവരുടെ മീതെ അണിനിരന്നുകൊണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ടും പക്ഷികളെ അവർ നോക്കി കണ്ടിട്ടില്ലേ?
പരമകാരുണികനല്ലാതെ അവയെ പിടിച്ചു നിർത്തുന്നില്ല. നിശ്ചയമായും അവൻ എല്ലാ വസ്തുവെക്കുറിച്ചും കണ്ടറിയുന്നവനാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഒരു അപാര കഴിവാണ് എന്തുള്ളത്, ഇവിടെ ഉള്ള എല്ലാം. അപ്പം നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ദൃഷ്ടാന്തമുള്ളൂ, അങ്ങനെ ഇതുണ്ട്. അപ്പം എന്താ പറയുക, ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എന്താണ്, അള്ളാഹുവിൻ്റെ ഒരു അപാരമായ ഇതാണ്, കഴിവുകളാണ്. അടുത്തതിലേക്ക് പോവാം. أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور. അതല്ല, ഇങ്ങനെയുള്ളവൻ ഒരുവൻ, അതായത് പരമകാരുണികനായുള്ളവൻ, പുറമേ നിങ്ങൾ സഹായിക്കുന്ന നിങ്ങളുടെ ഒരു പട്ടാളമായുള്ളവൻ ആരാണുള്ളത്? അവിശ്വാസികൾ വഞ്ചനയിൽ അല്ലാതെ അല്ല. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിപ്പോൾ എടുത്ത ആയത്തുകൾ എത്രയാണെടുത്ത 19-20 ആയത്തുകൾ എല്ലാവരും പഠിച്ച് വരിക. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. മാഷാ അല്ലാഹ്, മനോഹരമായി നമുക്ക് ഖുർആൻ ഓതിത്തന്നു. ഹിഫ്ളാക്കിയോ? ഇപ്പം തന്നെ ഹിഫ്ളാക്കിയിട്ടുള്ള കുട്ടികളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ നമ്മുടെ സ്റ്റാർ മനോഹരമായി കളർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഏതായാലും നമ്മുടെ ഡെയിലി സ്ട്രീക്കിലേക്ക് നമ്മൾ പ്രവേശിക്കല്ലേ? ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇപ്രാവശ്യം നമുക്ക് ചെയ്യാനുള്ളത് അയൽക്കാരെ കാണാം. നമ്മൾ അയൽവാസിയൊക്കെ ഒന്ന് സന്ദർശിക്കുക. അവിടെ നമ്മൾ കൂട്ടുകാരന്മാരൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ സന്ദർശിക്കുക. കുടുംബക്കാരാണ് ആരാണ് നമ്മൾ അയൽവാസികൾ ആരാണോ അവരൊന്ന് സന്ദർശിക്കുക. കുടുംബക്കാരാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന കൂലി എന്താണ്? നമ്മൾ കുടുംബത്തിൽപ്പെട്ട ഒരാളെ സന്ദർശിക്കുന്നതിലൂടെ നമ്മുടെ മൂത്താപ്പാൻ്റെ വീട്ടിലേക്കൊന്ന് പോവുക, നല്ല സുഖനല്ലേക്ക് ഒന്ന് ചോദിച്ചു വരിക. എളാപ്പാൻ്റെ വീട്ടിലേക്ക്, അമ്മമാരെ വീട്ടിൽ പോവുക, മൂത്തമ്മമാരെ എളാമ്മമാരൊക്കെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നന്മ എന്താ അറിയോ? ദുനിയാവിൽ തന്നെ അള്ളാഹ് നമുക്ക് ഒരുപാട് നന്മകൾ തരുന്നതാണ്. അതിൽ ഒന്നാമത്തത് നമ്മുടെ ഉപജീവനമാർഗം വിശാലം, റിസ്ക് അള്ളാഹ് വർദ്ധിപ്പിച്ചു തരും, പൈസക്ക് അള്ളാഹ് തരും, സമ്പത്ത് തരും. അതേപോലെ എന്തൊക്കെയാണോ റിസ്ക്കിൽ പെടുന്നത് അതൊക്കെ അള്ളാഹ് നമുക്ക് നൽകുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹ് ആയുസ് നീട്ടിത്തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരാളെ കാണാൻ പോവുകയാണ്. അവന് കുടുംബമൊന്നല്ല, ഒരയൽവാസി ഇല്ലെങ്കിൽ അള്ളാഹിൻ്റെ മാർഗത്തിലുള്ളൊരു സുഹൃത്താണ്. അവനെ കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്? മലക്കുകൾ മംഗളം പറയുന്നതാണ്. അതേപോലെ തന്നെ മലക്കുകൾ പറയും, അതാ അവന് സ്വർഗത്തിലൊരിടം അവന് റിസർവ് ചെയ്തിരിക്കുന്നു, അവന് ഉള്ളതാണ്, അഥവാ ഒരു ഭാഗം അവൻ ഉറപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ മലക്കുകൾ പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് എന്താ ചെയ്യുക? ഈ ഒരു റമദാൻ ഡെയിലി സ്ട്രീക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് പോയിന്റും കിട്ടുകയാണ്, സ്വർഗത്തിലേക്ക് വേണ്ടിയുള്ള പോയിന്റും കിട്ടുകയാണ് അല്ലേ? ഓക്കെ, മാഷാ അല്ലാഹ്. അള്ളാഹു അതിന് നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.